ഭാസ്കരേട്ടാ വേണ്ട, ഇനി എന്നെ തല്ലരുത്. ഞാൻ വിളി കൊണ്ട് എവിടെങ്കിലും പോയി പഴിച്ചോളാം. കൊല്ലുന്ന ഞാൻ നായേ, നീ അവളെ കൂടെ പിഴക്കല്ലേ? ഈ വേശ്യപ്പെണ്ണോട് നിനക്ക് പൊറുതി കൊടുക്കണ എടുക്കാം. ഒരു പട്ടി ഇതിലാണ് പറഞ്ഞ എന്റെ കുടുംബക്കാരിയത്. ഇവനെ ഇങ്ങനെ ചന്തയിലിട്ട് തല്ലി ചതയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളെല്ലാം വാങ്ങണ്ട. നിനക്ക് എന്താ ഭ്രാന്ത്? എനിക്ക് ഭ്രാന്താ. എന്നതിന് ചങ്ങലക്കിടും. എന്താ കണ്ടോ? മരിച്ചുപോയ ടൈലർ വാസന്റെ മോള. ഇതിനാരൊക്കെ ചേർന്ന് പാലക്കാടും കോയമ്പത്തൂരും കൊണ്ട് പഴിപ്പിച്ചു. കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ വേണ്ടി മാറി പറ്റ പാവം പെണ്ണാവള്. ഇവളെ ഞാൻ സ്വീകരിക്കാൻ പോവാ. ഞാൻ ജോലി ചെയ്ത് പോറ്റി ഇവളെ കുടുംബത്തെയും ഭാസ്കരായിട്ട് താമസിക്കുന്ന വീട്ടിലേക്ക് ഞാൻ ഇവളെ കൊണ്ട് പോയിട്ടില്ല. എന്നിട്ട് ചെല്ലില്ല. ഇതാ ഞാൻ ചെയ്ത കുറ്റം. അതിനെന്നെ അങ്ങാടിയിൽ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി ചതച്ചു. എന്താ ഭാസ്കരേ? ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം ഇവർ ഈ വേശ്യപ്പെണ്ണ കൊണ്ട് ഈ മണ്ണിൽ പൊറപ്പിക്കില്ല. കയ്യും കാലും തല്ലിയോടിച്ച് കുടുംബത്ത് കൊണ്ടുവിടും. ഭാസ്കരനാ പറയുന്നത്. മറ്റാരെ കണ്ടില്ല നായി ഈ വേശ്യപ്പെണ്ണിനെ. ഭാസ്കര, ഇനി നീ ആ വാക്ക് ഉപയോഗിക്കരുത്. അവളുടെ കഥകളെല്ലാം കേട്ടിട്ടും അവളെ സംരക്ഷിക്കാൻ ഭരതൻ തയ്യാറാണെങ്കിൽ അവനത് ചെയ്യട്ടെ. പിന്നെ കയ്യും കാലും തല്ലിയൊടിക്കുന്ന പോയിട്ട് നീ അവന്റെ ദേഹത്ത് പോലും തൊടില്ല. ഇത് ഞാനാ പറയുന്നത്. പിന്നെ നീ എന്ത് തറവാട്ട് മഹിമയുടെ പേരില ആ പാവം പെണ്ണിനെ മറ്റേ പേര് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത്? അതിന് നിനക്ക് എന്താ അർഹതയുള്ളത്? നിന്റെ ഒരു അച്ഛൻ പെങ്ങളുണ്ടായിരുന്നല്ലോ, പാവം മരിച്ചുപോയി. വയറ്റാട്ടി കാർത്തു. ഡ്രൈവിംഗ് സ്കൂളെന്നാ അയമ്മ ഈ നാട്ടിലെ ചെറുപ്പക്കാർ പിള്ളേർ വിളിച്ചോണ്ടിരുന്നത്. നീ എന്നെ കൊണ്ട് പഴങ്കഥയുടെ കെട്ടഴിപ്പിക്കണ്ട. നീ പോ മോനെ ദിനേശ. ഇവിടെ വന്ന് വണ്ടിക്കറ. വെറുതെ വാ, അവളെയും കൂട്ടിക്കോ. മണപ്പള്ളിക്കാരെ പറപ്പിച്ച പോലെ പോവല്ലേ. ഇത് ഭാസ്കരനാ. കൈ എടുക്കടാ. കൈവച്ച ഭാസ്കരൻ എടുക്കാൻ ഇത്തിരി വൈകും. നീ പണ്ട് കുടിച്ച മുലപ്പാലെന്ന് പുറത്തു വരും. എണീറ്റ് പായിട്ട് നോക്കണം പുല്ലേ. വേണ്ട, ഇപ്പൊ മോനെ ദിനേശ പോ.
എന്നെ മാത്രം കൊണ്ടുവന്നിട്ട് ന്യായം എന്താ സാറേ? ചെല്ലട്ടെ. ആ ന്യായം എഴുതിയ പുസ്തകം നിനക്ക് ഞാൻ വായിച്ചു തരാം. എടുത്തോണ്ട് പോയി. എടുത്ത് വണ്ടി കൊണ്ടിടുവല്ലേ? പോ. അച്ചുവേട്ടാ, ചെറിയ മാമ, ചെറിയ മാമ. എന്റെ അമ്മ. അവനില്ലേ ഇവിടെ? എന്താ ചന്ദ്രബാബു ഇപ്പൊ ഈ നാട്ടിലൊന്നും ഇല്ലേ? ഇതൊക്കെയാണ് ഈ നാട്ടിലെ അവസ്ഥ എന്ന് വന്നാൽ നാട് വിടേണ്ടി വരും താമസിയാതെ. അല്ലട വേണു, തനിക്ക് 19 വയസ്സില്ലേ? 19? 19 അല്ല 19. തന്റെ ചെവിക്കാത്തെന്താ? അല്ല, ചന്ദ്രബാബു എന്താ പറഞ്ഞുകൊണ്ട് വരണത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? അവന് വീണ്ടും ജയിലിലേക്ക് തന്നെ അയക്കാനാ? എന്താ ജയേഷ്ണ? അതിപ്പോ ചെറിയ മാമേ, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതിങ്ങനെ പോയാൽ പ്രശ്നമാവില്ലേ എന്നാ ചന്ദ്രബാനു ചോദിക്കുന്നത്. സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ലടോ. 6 കൊല്ലം കരഞ്ഞു എന്റെ ഓപ്പോള്. ഇവൻ പുറത്തിറങ്ങി എന്നറിഞ്ഞപ്പോഴാണ് അതിന്റെ കണ്ണു തുറന്നത്. ഇനി ഇവൻ എന്തെങ്കിലും കാണിച്ചു കൂട്ടി എന്നറിഞ്ഞാൽ അതിന് കരയാൻ കൂടി ത്രാണി ഉണ്ടാവില്ല. ചങ്ക് പൊട്ടിച്ചാവും. ആരപ്പാ ഇത്? വന്ന കാലിൽ തന്നെ നിൽക്കാതെ ഇരിക്കുന്ന കാലിൽ ഇരിക്കൂ ചന്ദ്രഭാനു. വിളിക്കടാ, പേരെടുത്ത് വിളിക്കുക കുരുത്തം കെട്ടവനെ. തന്നെ. എന്താ ചൂട്? എന്തായാലും ചെറിയമ്മാമയ്ക്ക് മൂലക്കുരുവിന്റെ അസ്കിത കൂടിയോ? മൂലത്തിലല്ല, മൂർധാവില എനിക്ക് കുരു പൊട്ടിയിരിക്കണത്. നീയാണ് ആ കുരു. നിനക്കെന്താ സെൻട്രൽ ജയിലിലെ ചോറ് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു പോയോ? വീണ്ടും ഒന്നുണ്ണാൻ കൊതിമൂത്ത പോലെയാണല്ലോ ഓരോ നൊപ്പിച്ചുണ്ടാക്കണത്. ഞാൻ എന്ത് ചെയ്തു എന്നായി പറയണേ? മണപ്പള്ളി മാധവൻ നമ്പ്യാരുടെ ചിതാഭസ്മം അവർ കടലിലോ കായലിലോ പുഴയിലോ കുളത്തിലോ എവിടെങ്കിലും കൊണ്ടുപോയി ഒഴുക്കട്ടെ. നീ എന്തിനാ തടയാൻ പോയേ? അത്രയെങ്കിലും ഞാൻ അയാളോട് ചെയ്യണ്ടേ? ചെറിയ മാമ പറ, മിനിമം അത്രയെങ്കിലും. അതുപോട്ടെ, അങ്ങാടിയിലിട്ട ഭാസ്കരനെ തല്ലി ചതച്ചതോ? അത് ചോദിക്കേ. ഞാൻ എന്തിനാ വെറുതെ ഒരാളെ തല്ലുക? അപ്പൊ എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ? എന്റെ ചെറിയ മാമ ഒരാൾ അസഭ്യം പറയാന്ന് വെച്ചാൽ എത്രന്ന് വെച്ചാൽ ഞാൻ കേട്ടേക്ക. ആ തെറിവിളി പോട്ട്. ചെറിയ മാമ ഇങ്ങനെ കല്യാണം കഴിക്കാതെ ക്രോണിക് ബാച്ചിലറായി നടക്കുന്ന കുറുപ്പന്തോട്ടത്തെ രമണിയെ ആണൊരുത്തൻ കെട്ടിക്കൊണ്ടുപോയതുകൊണ്ടാണ് അവൻ എന്നോട് പറഞ്ഞത്. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ചെറിയ അങ്ങനെ പറഞ്ഞു. ജയേഷിനോട് വേണുഭാഷയോട് ചോദിച്ചു നോക്ക്. ഒന്ന് പൊട്ടിക്കാറില്ലേ? പൊട്ടിച്ചല്ലോ. പിന്നെ ഇതെങ്ങനെ ഒരു അടിപിടിയായി മാറി? ഞാൻ പറയാം. ചെറിയ മാമ, ആദ്യം എന്റെ ചേട്ടൻ അച്ചോട്ട് ഒരു അടി അടിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോ എന്റെ ചേട്ടൻ എഴുന്നേറ്റ് വന്നപ്പോ അച്ചോട്ടൻ വീണ്ടും ഒരു ചവിട്ട് പൊട്ടി. പിന്നെ ചേട്ടൻ എഴുന്നേറ്റ് വന്നപ്പോ അച്ചോട്ട് ഒരു അടി അടിച്ചു. പിന്നെ ചേട്ടൻ എഴുന്നേറ്റ് വന്നപ്പോ അച്ചോട്ടൻ മോന്തയ്ക്ക് ഒരു അടി അടിച്ചു. പിന്നെ എന്റെ ചേട്ടൻ കുരിച്ചിരുത്തി ഒറ്റ അടി അടിച്ചു. പിന്നെ ചേട്ടൻ എഴുന്നേറ്റ് വന്നപ്പോ വിഷുവിന് പടക്കം പെടുന്ന പോലെ നിർത്ത. എല്ലാം ഇതോടെ മതിയാക്കിക്കോ. അത് പറയാനാണ് പ്രധാനമായി ഞാൻ ഇങ്ങോട്ട് വന്നത്. നിന്റെ അച്ഛനും അമ്മയും അവരുടെ ബാംഗ്ലൂർ ജീവിതം അവസാനിപ്പിച്ച് ഇങ്ങോട്ട് വരുന്നു. മിക്കവാറും നാളെ അവരെത്തും. അച്ഛന് വാദത്തിന്റെ ബുദ്ധിമുട്ട് ലേശം കൂടിയിട്ടുണ്ട്. ആ കൈയുടെ അതിനുള്ള ചികിത്സ ഇവിടെ സമാജത്തിൽ തുടങ്ങാനാ പ്ലാൻ. അപ്പൊ ജസ്റ്റിസ് M.K. മേനോൻ തിരിച്ചു വരികയാണ്. മകൻ ജയിലിൽ പോയതിന്റെ മാനഹാനി മൂലം 6 വർഷത്തെ അജ്ഞാതവാസം. അപ്പൊ ഇന്ന് രാത്രി മാറഞ്ചേരിയിലെ ലാസപ്പറാവാനാണ് ചാൻസ്. നമുക്കതൊന്ന് ആഘോഷിക്കണം. സ്വാതന്ത്ര്യത്തിന്റെ അവസാനത്തെ രാത്രിയാണിന്ന്. നാളെ തൊട്ട് ഇവിടെ പഴയ ബ്രിട്ടീഷ് രാജ് പീരീഡിന്റെ വൃത്തികെട്ട ചിട്ടയും വെടുപ്പുമായിരിക്കും. തൊലി കറുത്തുപോയ തുര. മാറഞ്ചേരി കരുണാകര മേനോൻ അവർകൾ. അല്ല ചെറിയ മാമ, ഒന്ന് ചോദിച്ചോട്ടെ, വേറെ നാട്ടിലെ കുറച്ചുകൂടെ മനുഷ്യപ്പറ്റുള്ള ആരെയും കിട്ടിയില്ല പാവ എൻ്റെ അമ്മയെ കെട്ടിച്ചു കൊടുക്കാൻ? ഞാനും അത് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിച്ചുകൊണ്ടല്ലേടാ അച്ചു നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത്.